പ്ലേറ്റ് എടുത്ത് വെക്കണ്ടേ? കട്ട് ചെയ്യാൻ. ആ പ്ലേറ്റ് എടുത്ത് വെക്കാം. ക്യാമറ റണ്ണിങ് ആട്ടോ. വൈറ്റ് പ്ലേറ്റ് മതിയായിരിക്കും. ആ ഇരുന്നാണോ നമ്മൾ മുറിക്കണേ? എന്നാ ഇരുന്ന് മുറിക്കാം അല്ലേ? എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് മുറിക്കാം. ചിലത് നമ്മൾ നിന്ന് മുറിക്കൂലോ, തവണ ഇരുന്ന് മുറിക്കാം. അതൊക്കെയാണ് സസ്പെൻസ്. ക്യാമറ റോളിംഗ് മുടിച്ചിട്ട് പപ്പായ നിന്ന് നമ്മുടെ കുഞ്ഞു കേക്ക്. വേറെ പ്ലേറ്റ് വേണ്ടല്ലോ. വേറെ പ്ലേറ്റ് വേണ്ടേക്കും വന്നിട്ട് എത്ര ഉള്ളൂ കേക്ക്. കണ്ടോ? നല്ല രസമല്ലേ? നല്ല ക്യൂട്ടാ. ഇത് ലുലു മേടിച്ച. അവിടെ മാത്രം ഇത്രയും കുഞ്ഞു കേക്ക് കണ്ടിട്ടുള്ളൂ. നല്ല രസമല്ലേ? ഒരു മിനിറ്റ് മറിച്ച് മറിച്ച് ഇനി വെച്ചോ. കൊച്ചു കേക്ക്. ബോക്സിങ് മാറ്റിട്ടേ. നല്ല ഭംഗി ബോക്സ്. കേക്ക് കാണാനും നല്ല ഭംഗി. ബോക്സിന് പൂക്കളുണ്ട്. നല്ല ക്യൂട്ടായിട്ട്. അത് ഇതിന്റെ പറ്റിയതാ. നല്ല ക്രീം പറ്റിയതാന്നേ. നോക്കട്ടെ. അതെ, ആ പറ്റിയതാ. ഞാൻ പറ്റിയതല്ല. ഇങ്ങനെ ക്രീം പറ്റിയതാ. ഈ കേക്ക് കറക്റ്റാ. നമുക്ക് കറക്റ്റാ. അതിനെന്താ സെലിബ്രേഷൻ ഒക്കെ ഇത് മതി. സെലിബ്രേഷൻ എന്താന്ന് പറഞ്ഞില്ലല്ലോ. സെലിബ്രേഷൻ പറയാതെ എല്ലാവരും കേക്ക് കുറിക്കാൻ തുടങ്ങി. സെലിബ്രേഷൻ എന്താന്ന് ഇപ്പൊ കൊറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. വീഡിയോ ഉണ്ടായിരുന്നു തോന്നണു അല്ലേ? സെലിബ്രേഷൻ എന്താന്ന് അമ്മ തന്നെ പറഞ്ഞു. ഇത് ഫ്രിഡ്ജിലെല്ലാം വെക്കേണ്ടതാണോ? ആ ഫ്രീസറിൽ വെക്കണം. അപ്പൊ എന്താണ് പരിപാടി എന്ന് അമ്മ പറഞ്ഞോ? എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഇപ്പൊ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ചാനലിന്റെ ബർത്ത്ഡേ ആണ് 2018 അല്ലേ? 2017 സെപ്റ്റംബർ 30 ചാനൽ സ്റ്റാർട്ടായത്. ഇപ്പൊ അതിന്റെ ബർത്ത്ഡേ ലളിതമായിട്ടൊന്ന് ആഘോഷിക്കുവാണ്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വളരെ പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടി ഒന്ന് അറിയിച്ച് ഒന്ന് പങ്കുവെക്കണ്ടേ? കാരണം നിങ്ങളാണ് ഇത്രയും നാളും നമ്മളെ വളർത്തിയെടുത്തത്. ഇപ്പൊ ഇനി മേലിലും നിങ്ങളുടെ എല്ലാവരുടെയും എന്നാ സപ്പോർട്ടും പിന്തുണയും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ചാനൽ തുടങ്ങിയപ്പോ അമ്മ വിചാരിച്ചിരുന്നോ ഇത്രയൊക്കെ ആവൂന്ന്? ചാനൽ തുടങ്ങിയപ്പോ 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ നാളുകളോളം വെയിറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് പതുക്കെ പൊങ്ങി വന്നു. പിന്നെ 1000 അടിച്ചപ്പോ 500 അടിച്ചപ്പോ വളരെ സന്തോഷായി. 1000 അടിച്ചപ്പോ അതിലും സന്തോഷായി. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് അങ്ങ് ഗ്രോ ചെയ്യുമായിരുന്നു. അപ്പൊ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ഇട്ടത് സേമിയ പായസത്തിന്റെ വീഡിയോ ആയിരുന്നു. ഞാൻ എന്റെ മെമ്മറിയിലുണ്ട്, ഓർമ്മയുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചാനലുമായിട്ട് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് പതുക്കെ പോയിക്കൊണ്ടിരിക്കുവാണ്. നാടൻ ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ ഞങ്ങൾ ചെയ്യണതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആദ്യം നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള വ്യൂ 13 വ്യൂ ആയിരുന്നു നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോ.
ഇന്ന് നമ്മുടെ ചാനലിന്റെ ടോട്ടൽ വ്യൂ എത്രയാണെന്നറിയോ? 1,16,92,000. ഓ, നോക്കി എടുത്തു വെച്ചായിരുന്നു. അതെ, അതാണ് ഇന്നത്തെ നമ്മുടെ വ്യൂ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ലെവലിലേക്ക് ഒരുപാട് കൂട്ടുകാരെ നമുക്ക് കിട്ടി. പുറത്തൊക്കെ പോകുമ്പോ എന്തോരം പേര് അപ്പേനൊക്കെ അന്വേഷിച്ച് ഒത്തിരി പേര് വന്ന് മാളുകളിൽ ചെല്ലുമ്പോ ഞാനിങ്ങനെ ഓരോ സാധനം എടുത്തോണ്ടിരിക്കുവായിരിക്കും. ഇവള് മെട്രോയിൽ കയറുമ്പോ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനെ കാണും. അപ്പൊ പലരും മംഗളെന്താ തന്നെ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു ഓടി അടുത്ത് ചെല്ലും. അപ്പൊ എല്ലാവരും സംസാരിക്കും. അപ്പൊ പിന്നെ എന്നെ പെട്ടെന്ന് വിളിക്കും. ഞങ്ങളെ ഇഷ്ടം പോലെ ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് നടത്താറുണ്ട്. ലേറ്റസ്റ്റ് കല്ലൂര് പോത്തീസിൽ ചെന്നപ്പോ പലരെയും കണ്ടു. അവിടുത്തെ പല സ്റ്റാഫുകളും ഡയറക്റ്റ് വന്ന് ചോദിച്ചു മമ്മാസ് കിച്ചൺ അല്ലേന്ന്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഞങ്ങക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു എളമക്കരയിലുള്ള ഒരു ലേഡീനെ കണ്ടു. അത് ഹസ്ബൻഡിനെ കണ്ടാണ്. അയ്യോ അങ്കിള് മമ്മാസ് കിച്ചണിലെ അങ്കിളല്ലേ എന്ന് ചോദിച്ചു വന്ന്. അവര് പറഞ്ഞു എനിക്ക് ചേച്ചി ഒന്ന് കാണണം, എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ വിളിച്ച് ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോ അവര് പറയുവാണ് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അപ്പൊ മകളെ ഒന്ന് കാണാൻ പറ്റിയില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് വന്നാന്ന് പറഞ്ഞു. അവര് കുറേ നേരം സംസാരിച്ചു. അവര് പറഞ്ഞു കമന്റിൽ ഞാനാണ് കേട്ടോ ചോദിച്ചത്, ടീച്ചറാണോ എന്ന് ചോദിച്ചില്ലേ ഒരാള്, ഞാനാന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ ഇനി ഒട്ടും വലിച്ചു നീട്ടണില്ല, ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വരുവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഡ്രസ്സ് മാറാതിരിക്കുവാണ്. അപ്പൊ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ബ്യൂട്ടിഫുൾ കേക്ക്, കുഞ്ഞു കേക്ക് കട്ട് ചെയ്ത് സന്തോഷം പങ്കുവെക്കുവാണ്. അപ്പൊ എവിടെന്നാന്ന് പറയും കേക്ക് മേടിച്ചല്ലോ ലുലുന്നാട്ടോ. അത് ഇവള് വാങ്ങിച്ചതാട്ടോ. അപ്പൊ അവളെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങള് പോയിരുന്നതാണ്. പോയി ഞങ്ങൾ വന്ന് കേറിയുള്ളൂ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നിങ്ങളുമായിട്ട് ഈ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനിയും ധാരാളം മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്നേഹവും കരുതലും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പൊ ഈ കേക്ക് കട്ട് ചെയ്യാം. ഞാനാണോ ചെയ്യണ്ടേ? അതെന്നെ ഒരു സംശയം. അത് കാരണം 4 മണിക്ക് ഇവിടുന്ന് പോകുന്നത് കൊണ്ട് ആകെ അസഹിഷ്ണുതയായി മൊത്തത്തില്. ഈ അപ്പയുടെ എന്തെങ്കിലും പറയാൻ പറ. അപ്പക്ക് എന്താണ് ഈ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത് നിൽക്കുമ്പോ പറയാനുള്ളത്? എന്തെങ്കിലും കാണും പറയാൻ. എന്തായാലും അതൊരു നല്ല അച്ചീവ്മെന്റ് ആണ്. വളരെ എളിയ നിലയിൽ നിന്ന് തുടങ്ങി ഇത്രയും കോടികൾ വ്യൂവേഴ്സ് വരുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അപ്പൊ ഈ ബർത്ത്ഡേക്ക് ലളിതമെങ്കിലും കേക്ക് നമ്മൾ കട്ട് ചെയ്ത് ആ ബർത്ത്ഡേ മധുരം പരസ്പരം പങ്കുവെക്കുക എന്നുള്ളത് ചെറിയ സന്തോഷം അല്ല നമുക്ക് തരുന്നത്, വലിയ സന്തോഷമാണ്. ശരിക്കും ഒരു പോയിന്റ് പറഞ്ഞു അല്ല, ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സാധാ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നുള്ള ഒരു ഞാൻ ഇത്ര ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകാനും അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടാനും ഉള്ളൊരവസരം വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുമൊക്കെ ആയിട്ടുള്ള ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ നിങ്ങളുമൊക്കെ ആയിട്ടുള്ള ഈ പരസ്പര സംസാരവും കമൻറ്റുകൾ വായിക്കലും നേരിട്ട് ബസ്സുകളിലും ഷോപ്പുകളിലൊക്കെ വെച്ച് കാണുമ്പോൾ ഓടി വന്ന് സംസാരിക്കാനൊക്കെ അവർ കാണിക്കുന്ന സന്തോഷം കാണുമ്പോൾ ഞാൻ തന്നെ മതിമറന്ന് പോകാറുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. അപ്പം എനിവേ ഇനിയിപ്പം അധികം പറഞ്ഞു വൈകിക്കണില്ല. കേക്കും നമ്മൾ അങ്ങ് കട്ട് ചെയ്യാം. കാരണം കേക്ക് വെച്ച് ഇങ്ങനെ ഒലിപ്പിച്ച് മാറ്റണ്ട. ക്രീം വാങ്ങുന്നു അല്ലേ? കട്ട് ചെയ്യാം. കണ്ണാടി വേണമായിരുന്നു. കണ്ണാടി വേണോ? ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ കൊണ്ട് കട്ട് ചെയ്യാം. എനിക്ക് ഇരുന്നും മറ്റേ എങ്ങനെയാ ഇത് കട്ട് ചെയ്യണ? അമ്മക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് കട്ട് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ ടു യു ടു മമ്മാസ് കിച്ചൺ. അങ്ങനെ തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു മമ്മാസ് കിച്ചൺ. ഇനിയും മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതെ. ഹാപ്പി ബർത്ത്ഡേ ടു മമ്മാസ് കിച്ചൺ. ഇതെല്ലാം ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടി ആദ്യം സമർപ്പിക്കുവാണ് കേട്ടോ. എല്ലാവരും കിട്ടിയതായിട്ട് അംഗീകരിക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യാനല്ലേ ഇപ്പൊ മാർഗമുള്ളൂ. അപ്പൊ ഈ ഒരു കേക്കിന്റെ കുറച്ച് പോരെ? അപ്പൊ മുഴുവൻ എടുക്കുവോ? ആദ്യം ഞങ്ങള് നല്ല മധുരം, നല്ല കേക്കാ.
നല്ല കേക്കാട്ടോ. നമുക്ക് എനിക്ക് വേണ്ട, നല്ല പൂ കഴിച്ചു. പൂവൊന്ന് കഴിച്ചു നോക്കി, മധുരയില്ല. മധുരം കുറവാ, ഒരുപാട് മധുരമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നല്ല കേക്കാണ്, വളരെ സോഫ്റ്റാ. നല്ല കേക്കാ. ശരി, മധുരം അധികം ഇല്ല. നല്ല കേക്കല്ലേ? പൂ കഴിച്ചോ? നീയാണല്ലോ ഇതിന്റെ ആള്. സ്വല്പം കഴിച്ചോ, സ്വല്പം. നല്ല കേക്കാ. അതെ, കൊള്ളാം. ഇപ്പൊ ഇനി നമുക്കിത് കഴിച്ചു കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. കട്ട് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഒരു ആവശ്യമുള്ളൂ, ചിലപ്പോ ആവശ്യം വരും. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റാം അല്ലേ? പീസ് എനിക്ക് എന്തായാലും എടുത്തോ, എടുത്തോ. നല്ല കേക്കാട്ടോ, വെരി ബ്യൂട്ടിഫുൾ. നല്ല കേക്കാ. ഇത് പാകം വലിപ്പം നീ മേടിച്ചതായാലും ഒട്ടും അധികം ഇല്ല കേട്ടോ. ഓ, മെറ്റായി പോകൂല്ലേ? ഡബ്ബയിലടക്കാം. സന്തോഷ ജന്മദിനം ചാനലില്. എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ. ഞാൻ പാടിക്കഴിഞ്ഞാൽ ആകെ കൊളാവും. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. നമ്മള് ചാനൽ നമുക്ക് ഒരിക്കലും കരുതിയിട്ടോ ഇങ്ങനെ ഒരു ജന്മദിനം ചാനലിന് വേണ്ടി നമ്മൾ ആഘോഷിക്കുന്നുള്ളത്. ഇങ്ങനെ വരുമെന്നും കരുതിയില്ല. റണ്ണിങ്ങാ. ഇങ്ങനെ വരുമെന്നും ഒന്നും നമ്മൾ കരുതിയില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടമായിരുന്നു. ഇനി മേലിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുവാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അതെ, നല്ല കേക്കാ. മുറിക്കാനും പാടില്ല. പാടില്ല. ഒന്ന് വെക്കത്തേട്ടത് വീണ് പോകുന്നു തോന്നണോ? ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഓക്കെ, ശരി, ബൈ ബൈ. ബൈ ബൈ. ചാനലിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച അമ്മ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ചക്ക വെച്ചതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എവിടെ നിന്നാണ് ഇപ്പൊ ചക്ക കിട്ടിയത്? എവിടെന്നാ കിട്ടിയ ചക്ക? ചക്ക കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്ലാവില് ചക്ക വെട്ടി എരിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ആ കവറിലിട്ട നാളെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ പറഞ്ഞു. ഇനി ഒട്ടും ഇരിപ്പില്ല, തീർന്നോ? ഫൈനലാണ്. നമുക്ക് കഴിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ മോഹം തോന്നുന്ന ഒരു സാധനം. ഇനിയിപ്പൊ ഇങ്ങനത്തെ വർഷം ചക്ക ഉണ്ടാവുമ്പോ ഇതുപോലെ സൂക്ഷിക്കാം. അത് കഴിക്കുവാണ്. ഞാൻ കഷ്ണം എടുത്തില്ല, എനിക്ക് കഷ്ണം വേണ്ടാന്ന് തോന്നി. അത് അപ്പയ്ക്ക് എടുത്ത് വെച്ചേക്കണം. അത് നിനക്ക്, ഇത് എനിക്ക്. അങ്ങനെ ഫൈനലാണെങ്കിൽ തീർന്നു. ഫിനിഷ് ചെയ്യുക അല്ലേ?